നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റമദാനായിട്ട് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. ഞാൻ നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി. ഒരാൾ ബസ് മിസ്സാവുമെന്ന് പറഞ്ഞ് ഓടി ഇങ്ങ് പോന്നിരുന്നു. ഇവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇവിടെ എങ്ങും കാണുന്നില്ല. ബസ് കിട്ടി പോയെന്ന് വിചാരിക്കുന്നു. ആളെ കാണാനില്ല ഇവിടെ. ഇതാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. ഒരു ചെറിയ ബസ് സ്റ്റോപ്പാണ്. ആകെ ഒരൊറ്റ നമ്പർ ബസ് മാത്രമേ ഈ റൂട്ടിൽ വരുന്നുള്ളൂ. ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്തിലെ മാള്. മാളിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ഇവിടുന്ന് വലിയ ദൂരം ഇല്ല എനിക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു 11, 11:30 സമയമായിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സാധാരണ എൻ്റെ കൂട്ടിന് ഒരാളും കൂടെ ഉള്ളതാണ്. പുള്ളിക്കാരത്തേക്ക് ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ലാലാപാടി വീട്ടിലേക്ക് പോവുക. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള ഡെലിവറി ബോയ്കളൊക്കെയാണ് ഈ കാണുന്നത്. പകൽ മുഴുവനുള്ള ഓട്ടം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന വാഹനങ്ങൾ റോഡിൻ്റെ രണ്ട് സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഫ്ലാറ്റുകൾ. ഞാനങ്ങനെ എൻ്റെ ഫ്ലാറ്റിലെത്തി. ഇവിടുന്ന് ഒരു ഡെലിവറി ബോയ് പോകുന്നത് കണ്ട് അങ്ങനെ ഇതാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം തന്നെ ലിഫ്റ്റും വന്നു. പിന്നെ പതിവ് പോലെ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ക്യാമറ ഓണാണെ കാണുന്ന ചില ലീലാവിലാസങ്ങൾ. കണ്ണാടി കാണുമ്പം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില കലാപരിപാടികൾ. ആ കലാപരിപാടികളൊന്നും ഒരുപാട് നേരം നിൽക്കില്ല. അപ്പം തന്നെ മുകളിലെത്തി. നേരെ അടുക്കളയിലോട്ട് ചെന്ന് കയറി കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി ഇഡ്ഡലി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കയ്യോടെ ചൂടാക്കാൻ വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ. അപ്പോൾ ഡ്രസ്സ് മാറി വന്നപ്പോഴേക്ക് ഇതേ ആവി കയറി. നല്ല ചൂടോടെ തന്നെ എടുത്ത് പുറത്തിറക്കി വെച്ചു. നല്ല വിശപ്പുണ്ട്. ക്ഷമയെന്ന് പറയുന്നത് ഒട്ടുമില്ല. വെള്ളം ദേ പറ്റിയായിരുന്നു. ഇച്ചിരി കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അത് കരിഞ്ഞു പോയാനായിരുന്നു. അപ്പം ഇതൊന്ന് തണുക്കുകയാണെങ്കിൽ ഇഡ്ഡലി വിട്ട് കിട്ടും. പക്ഷേ തണുക്കാനുള്ള ക്ഷമയില്ല. അതിൻ്റെ മൂട്ടിയിരുന്ന വെള്ളം കേട്ടോ. ആ വെള്ളം കയ്യിൽ പറ്റിയ പൊള്ളിയനെ. അങ്ങനെ ക്ഷമ കിട്ടുമില്ലാതെ സ്പൂണിൻ്റെ മാട് വെച്ചിട്ട് ഇത് കുത്തിപ്പറിച്ചെടുക്കുകയാണ് ഇഡ്ഡലി. ശരിക്കും കിട്ടിയില്ല. കാരണം ചൂടുള്ളത് കൊണ്ട് അതിൽ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഒട്ടും വിട്ടില്ല. ഇഡ്ഡലി 4 എണ്ണം കൂടെ പൊക്കിയെടുത്തതിന് ശേഷം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അതിൽ പിടിച്ചിരുന്ന എല്ലാം കുത്തിപ്പറിച്ച് ഞാൻ എടുത്ത്. കണ്ട അങ്ങനെ മൊത്തം വടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടേ. കാരണം ചൂടോടെ എടുത്തത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ അതിലങ്ങ് ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പിടിച്ച്. പിന്നെ എനിക്ക് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഉണ്ടല്ലോ ചമ്മന്തി അതിങ്ങനെ നീട്ടിയുള്ള ചാറ് നീണ്ടുള്ള ചമ്മന്തി നല്ലപോലെ കുഴച്ച് കഴിക്കണം. ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടും പോലെ ഉള്ള ചമ്മന്തിയല്ല. നല്ല എന്താ പറയണേ, വെള്ളം നീട്ടിയുള്ള ചമ്മന്തി എന്നൊക്കെ പറയുമല്ലോ. നമ്മുടെ സാധാ നാടൻ ചമ്മന്തി. ആ ചമ്മന്തിയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പം ചമ്മന്തി ഞാൻ രാവിലെ അരച്ചിരുന്നു. ഇനി ബാക്കി നാളത്തേക്കുണ്ട്. അത് കൈയോടെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. ചമ്മന്തി ഒഴിച്ച സ്ഥിതിക്ക് അതൊന്നും കൂടെ ചൂടാക്കി കഴിയുമ്പോഴേ ഈ ചമ്മന്തിയൊക്കെ ഇഡ്ഡലിയിലോട്ട് പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം ഇഡ്ഡലിക്ക് ചൂടുണ്ട്. എന്നാലും ഒന്നും കൂടി ഒന്ന് ചൂടാക്കാൻ വെച്ച്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന നേരം കൊണ്ട് നാളെ ചോറ് വെക്കാനുള്ള അരിയും കൂടി ഒന്ന് വെള്ളത്തിയിട്ട് വെക്കാമെന്ന് വെച്ച്. ഞാൻ സാധാരണ അരി തലേ ദിവസം വെള്ളത്തിയിട്ട് വെച്ചേക്കും. വെള്ളത്തിയിട്ട് പിറ്റേന്ന് രാവിലെ ചോറ് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പം കുക്കറൊന്നും എടുക്കാൻ മെനക്കെട്ടില്ല. ചമ്മന്തി വെച്ച പാത്രം കഴുകി വെച്ചിരുന്നു. അതിനകത്തോട്ട് തന്നെ അരിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ രാവിലെ കുതിർന്ന് അഴുക്കൊക്കെ പോയിരിക്കും. പിന്നെ 1-2 പ്രാവശ്യം ഒന്ന് കഴുകി പെട്ടെന്ന് വെന്തും കിട്ടും. അങ്ങനെ അരി എടുത്തതേ മൂടി വെച്ചു. അപ്പോഴേക്കും ഇവിടെ ഇതാ കഴിയാറായിട്ടുണ്ട്. മതി, അത്രയും ചൂടായത് മതി. അപ്പോൾ കണ്ടോ നല്ലപോലെ ചമ്മന്തിയും ചൂടായി. നോക്കിക്ക് ആവി പറക്കുന്നത്. ഇഡ്ഡലിയും ചമ്മന്തിയും അങ്ങ് ചൂടായിട്ട് ആ ചമ്മന്തിയിലെ ചാറൊട്ടും കാണാൻ കൂടിയില്ല കേട്ടോ. ഇഡ്ഡലിയിലോട്ട് നല്ലപോലെ പിടിച്ചിട്ട് ഇഡ്ഡലിയൊക്കെ ഭയങ്കര സോഫ്റ്റായി മാറി. നല്ല ചൂടുണ്ട് കേട്ടോ. കൈ പൊള്ളുന്ന ചൂടാണ്. പക്ഷേ ഇതങ്ങ് കുഴച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ. എനിക്ക് ഇഡ്ഡലി ആയാലും ചമ്മന്തി ദോശയായാലും ഇതുപോലെ ചാറ് നീട്ടി ചമ്മന്തി അതിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഓവനകത്ത് വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ അത് ഫുള്ളും അങ്ങ് പിടിച്ചിട്ട് ആ ഒരു കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. എനിക്കതങ്ങനെ വേണം. കഴിക്കുവാണെങ്കിൽ അങ്ങനെയേ ഞാൻ കഴിക്കുകയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഗുഡ് നൈറ്റ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.